അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വട്ടത്തിൽ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് മുടിക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല സത്യത്തിൽ. ഇതെന്താണെന്ന് വെച്ചാൽ ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. ആട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിലെ ചില ഭാഗങ്ങളെ, അതായത് ഇപ്പോൾ അലോപീഷ്യ ഏരിയ ആയിട്ട് വരുമ്പോൾ നമുക്ക് മുടിയുടെ വേരുകളെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ ഭാഗത്തിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറച്ച് മുടികൾ മൊത്തത്തിൽ അങ്ങോട്ട് കൊഴിഞ്ഞു പോകും. അപ്പൊ നമുക്ക് തലയിൽ വട്ടത്തിൽ ചെറിയ ചെറിയ പാച്ചുകളായിട്ട് ഇങ്ങനെ കാണപ്പെടും. ഇത് തന്നെ നമുക്ക് രണ്ട് കണ്ടീഷൻസും കൂടി കൂടുതലായിട്ടുണ്ട്, അലോപീഷ്യ ടോട്ടാലിസും അലോപീഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറഞ്ഞിട്ട്. അലോപീഷ്യ ടോട്ടാലിസ് എന്ന് പറയുമ്പോൾ നമുക്ക് തലയിലെ മൊത്തം മുടിയും കൊഴിഞ്ഞു പോകും. അലോപീഷ്യ യൂണിവേഴ്സാലിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിലെ എല്ലാ രോമങ്ങളും കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അലോപീഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും മെഡിസിനൽ ട്രീറ്റ്മെന്റ് കൊണ്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. നമുക്ക് ഇന്നൊരു കേസ് വന്നിട്ടുണ്ട്, നമ്മൾ 2 മാസമായിട്ട് ചികിത്സിക്കുന്ന ഒരു കേസാണ്. നമുക്ക് അവരുടെ തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഹെയറിന്റെ കണ്ടീഷൻ എന്താണെന്നും നമ്മൾ ചികിത്സ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പൊ 2 മാസമായല്ലോ, ഈ 2 മന്ത്സിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ ഫസ്റ്റ് വന്നത് തന്നെ ഒരു റൗണ്ടില് നന്നായിട്ട് മുടി പോണ ഒരു ഇതിലായിട്ടാണ് വന്നത്. അപ്പൊ നല്ല ടെൻഷൻ ആയിട്ടാണ് ഞാൻ വന്നത്. ഇനി അത് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ബാധിക്കുമോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് വന്നത്. 2 മാസത്തെ ചികിത്സയും കൊണ്ട് അത്യാവശ്യം അവിടെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ നന്നായിട്ട് ഹാപ്പിയാണ്. അത്രയും ഗ്രോത്ത് ആയിട്ട് ഇച്ചിരി കൂടി വരാനുണ്ട്. എന്നാലും ഫസ്റ്റിലത്തെ ഞാൻ 2 ഫോട്ടോ അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫോട്ടോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ട്. 90% കവർ ആയിട്ടുണ്ട്.